612 കുതിരകളെ ഒരു വണ്ടിക്കകത്ത് കയറ്റി വെച്ചിരുന്ന എങ്ങനെ ഉണ്ടാവും? അത്രയും പവർ ആട്ടോ ഈ ഒരു കുഞ്ഞു വണ്ടി ഉണ്ടാക്കുന്നത്. ഇത് മെക്ലറിൻ്റെ GT എന്ന് പറഞ്ഞൊരു വേർഷനാണ്. 2 സീറ്റർ സ്പോർട്സ് കാറാണ്. ഒരു 4 ലിറ്റർ ട്വിൻ ടർബോ V8 എഞ്ചിനാട്ടോ ഈ ഒരു ഇതിനകത്തിലിരിക്കുന്നത്. V8 എഞ്ചിൻ അത്രയും പവർഫുള്ളാണ്. ഇത് 0 to 100 ഏകദേശം ഒരു 3.2 സെക്കൻഡ് മതി ഇത് കുതിച്ച് പായാനായിട്ട്. അത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു വണ്ടിയാണ്. 0 to 100 വെറും 3.2 സെക്കൻഡ് മതി ഈ വണ്ടി കുതിച്ച് പോയി. ഇതിൻ്റെ ടോപ്പ് സ്പീഡ് ഏകദേശം ഒരു 320 km/h ആണ് കേട്ടോ. നമ്മുടെ ഫ്ലൈറ്റൊക്കെ ടേക്ക് ഓഫ് ചെയ്യുന്ന ഏകദേശം 300-320 km/h ആയിരിക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ജസീറയുടെ ഒരു ഫ്ലൈറ്റ് പോകുന്ന നോക്കും, എയർബസിൻ്റെ A320. അത്രയും സ്പീഡിൽ ഈ വണ്ടി കുതിച്ച് പായും. ഇത് 2 എക്സോസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ ഡിസൈനൊക്കെ നോക്ക്, എന്ത് സ്ലീക്കാണ്. ഇതിൻ്റെ ലൈറ്റൊക്കെ നോക്ക്, ബ്രേക്ക് ലൈറ്റൊക്കെ ഭയങ്കര സ്ലീക്ക്, ഒരു കുഞ്ഞ് ലൈൻ പോലെ ഉള്ളൂ ശരിക്കും പറയും ഇതിൻ്റെ ബ്രേക്ക് ലൈറ്റ്സൊക്കെ. 2 ട്വിൻ എക്സോസ്റ്റ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. ഇതിൻ്റെ ഷേപ്പൊക്കെ നോക്ക്, കാറ്റ് കയറി ഇറങ്ങി പോകാൻ പാകത്തിനുള്ള ഷേപ്പാണ് ഇതിലെ കൂടെയൊക്കെ. അത്രയും 200 km/h സ്പീഡിലൊക്കെ പോകുമ്പം അത്രയും സ്മൂത്തായിട്ടായിരിക്കും ഈ വണ്ടി. അതിൻ്റെ ഡിസൈൻ്റെ മികവൊക്കെ അടിപൊളിയാട്ടോ. നല്ല കിടിലം ഒരു കസ്റ്റം പെയിൻ്റ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. ഇതിൻ്റെ ബ്രേക്സൊക്കെ ഫുൾ കാർബൺ ആയിരിക്കും. നല്ല ഓറഞ്ച് കാലിപ്പറും അടിപൊളി. നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ ഏകദേശം ഒരു 4-4.5 കോടി വില വരുന്നൊരു വണ്ടിയാട്ടോ ഇത്. 4.5 കോടി വില വരുന്നൊരു വണ്ടിയാണ് മെക്ലറിൻ്റെ GT. അടിപൊളി വണ്ടി, അടിപൊളി. എന്ത് ഷേപ്പല്ലേ നോക്ക്. കുറേ ആൾക്കാരൊക്കെ വന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ഇത്രയേ ഉള്ളൂ, എൻ്റെ അരയുടെ അത്രേ ഉള്ളൂ ഇതിൻ്റെ ഹൈറ്റ്. ശരിക്കും ഇത്രയേ ഉള്ളൂ, എൻ്റെ അരയുടെ അത്രേ ഉള്ളൂ. അത്രയും അടിപൊളിയാണ്. ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ഭയങ്കര കുറവായിരിക്കും. പക്ഷെ നോർത്തേക്ക് 0 to 100 km ഏകദേശം 3.2 സെക്കൻഡിലാട്ടോ ഈ വണ്ടി കുതിച്ച് പായുന്നത്. ഇതിലേക്കൂടെയൊക്കെ എയർ കയറി ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഷേപ്പാണിത്. എയറോഡൈനാമിക് ഇതേ സഹായിക്കുന്ന ഒരു ഷേപ്പാണിത്. അടിപൊളി വണ്ടി.